പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി, ഉത്തർപ്രദേശിൽ മായാവതി, തമിഴ്നാട്ടിൽ ജയലളിത, ഡൽഹിയിൽ ഷീല ദീക്ഷിത്. കേരളത്തിലോ? ഇവിടെ ഇന്നും ഒഴിഞ്ഞുകിടക്കുന്ന വനിതാ മുഖ്യമന്ത്രി കസേര. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലും മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട് കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രിയെ ലഭിക്കുന്നില്ല? കേരളം അർഹിക്കാത്തതാണോ, അല്ലെങ്കിൽ വനിതാ മുഖ്യമന്ത്രി കേരളത്തെ അർഹിക്കുന്നില്ലേ? ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. സാക്ഷരതയിൽ ഒന്നാമത്, ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം, ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ, ലോകം ചർച്ച ചെയ്യുന്ന കേരള മോഡൽ വികസനം. എന്നിട്ടും കേരളത്തിന് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രിയില്ല. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും ബംഗാളും ഉത്തർപ്രദേശും പലവട്ടം വനിതാ ഭരണത്തിന് കീഴിലായപ്പോഴും പ്രബുദ്ധ കേരളം എന്തുകൊണ്ട് കരുത്തുറ്റ വനിതാ നേതൃത്വങ്ങളെ പുറത്തു നിർത്തി? 1956 രൂപീകൃതമായ ശേഷം 7 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു വനിത ഇരുന്നിട്ടില്ല. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല? കേരളത്തിൽ കരുത്തുറ്റ രാഷ്ട്രീയ ബോധ്യമുള്ള സ്ത്രീകളുടെ അഭാവമുണ്ടെന്ന് പറഞ്ഞ് കൈകഴുകാൻ സാധിക്കില്ല. കാരണം കേരള രൂപീകരണത്തിന് മുൻപ് തന്നെ രാഷ്ട്രീയ കേരളത്തെ വിറപ്പിച്ച പെൺകരുത്തിന്റെ ചരിത്രം നമുക്കുണ്ട്. ആനി മസ്ക്രീനും അക്കാമ ചെറിയാനും AV കുട്ടിമാളു അമ്മയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സിംഹാസനങ്ങളെ വിറപ്പിച്ചവരാണ്. 1957 ആദ്യ നിയമസഭയിൽ KR ഗൗരിയമ്മ റവന്യൂ മന്ത്രിയായപ്പോൾ അത് കേവലം ഒരു പദവി മാത്രമായിരുന്നില്ല, അതൊരു പ്രതീക്ഷ കൂടിയായിരുന്നു. കേരളത്തിന്റെ ഭൂപടം മാറ്റിമറിച്ച വിപ്ലവകരമായ ഭൂപരിഷ്കരണ നിയമത്തിന് പേന ചലിപ്പിച്ചത് ആ കരുത്തുറ്റ കൈകളായിരുന്നു. എന്നാൽ ആ ആവേശകരമായ തുടക്കം പിന്നീട് വഴിമുട്ടി പോകുന്നതാണ് നാം കണ്ടത്. 1967 നിയമസഭയിലെ വനിതാ പ്രാതിനിധ്യം ലജ്ജിപ്പിക്കുന്ന വിധം ഒരാൾ മാത്രമായി ചുരുങ്ങി. 2021 അത് 11ലേക്ക് എത്തിയെങ്കിലും 140 പേരുള്ള മന്ത്രിസഭയിൽ ഇത് കേവലം 7.8% മാത്രമാണ്. കേരളം ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന് 1987. അന്ന് കേരങ്ങൾ തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു നാടൊട്ടുക്കും പ്രചാരണം. എന്നാൽ അധികാരം കയ്യിലെത്തിയപ്പോൾ അച്ചടക്കം എന്ന വാക്കിന്റെ മറവിൽ ഗൗരിയമ്മയെ തഴഞ്ഞ് പുരുഷൻ അധികാര കേന്ദ്രത്തിലെത്തി. വർഷങ്ങൾക്കിപ്പുറം 2021 ചരിത്രം ആവർത്തിക്കപ്പെട്ടു. നിപ്പയും കോവിഡും ധീരമായി നേരിട്ട ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ലോകം അംഗീകരിച്ച KK ശൈലജയെ റെക്കോർഡ് ഭൂരിപക്ഷം നൽകി ജനങ്ങൾ വിജയിപ്പിച്ചത് അവരെ മുഖ്യമന്ത്രി പദത്തിൽ കാണാൻ ആഗ്രഹിച്ചത് കൊണ്ടുകൂടിയായിരുന്നു. എന്നിട്ടും മന്ത്രിസഭയിൽ പോലും അവർക്ക് ഒരിടം ലഭിച്ചില്ല. ജനപ്രിയരായ വനിതാ നേതാക്കളെ വോട്ട് ബാങ്ക് ലക്ഷ്യത്തിനായി മാത്രം ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ശൈലി ഇന്നും തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിവേചനം? പ്രധാന കാരണം രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ ഇന്നും നിലനിൽക്കുന്ന പുരുഷാധിപത്യം തന്നെയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50%-ലേറെ സ്ത്രീകൾ ഭരണം നടത്തുമ്പോഴും നിയമസഭയിലേക്ക് എത്തുമ്പോൾ മുന്നണി രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പ് വഴക്കുകളും സമുദായ സമവാക്യങ്ങളും സ്ത്രീകൾക്ക് മുന്നിൽ വേലി തീർക്കുന്നു. പ്രാദേശിക ഭരണത്തിൽ സ്ത്രീകളെ അംഗീകരിക്കാൻ മടിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാന ഭരണത്തിന്റെ താക്കോൽ സ്ഥാനങ്ങൾ കൈമാറാൻ വൈമനസ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം കാലങ്ങളായി ഉയരുന്നതാണ്. മറ്റൊരു പ്രധാന പ്രശ്നം നമ്മുടെ പൊതുബോധമാണ്. രാഷ്ട്രീയ ഗോതയിലെ പരുക്കൻ ഇടപെടലുകൾ സ്ത്രീകൾക്ക് പറ്റിയതല്ലെന്നൊരു തോന്നലും സമൂഹത്തിനുണ്ട്. കൂടാതെ സ്ത്രീകളുടെ കീഴിൽ പ്രവർത്തിക്കാനുള്ള പുരുഷ സമൂഹത്തിന്റെ വിമുഖതയും കരുത്തുറ്റ വനിതാ നേതാക്കളെ കാഴ്ചക്കാരായി പുറത്തു നിർത്തുന്നു. വിദ്യാഭ്യാസമോ ഭരണ നൈപുണ്യമോ ഇല്ലാത്തതുകൊണ്ടല്ല കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഇല്ലാത്തത്, മറിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കാലഹരണപ്പെട്ട ചിന്താഗതികൾ കൊണ്ടാണ്. തമിഴ്നാട്ടിൽ ജയലളിതയ്ക്കും ബംഗാളിൽ മമതാ ബാനർജിക്കും സാധിക്കുന്നത് കേരളത്തിലെ പെൺകരുത്തിന് സാധിക്കില്ലെന്ന ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. വരും കാലങ്ങളിലെങ്കിലും കേരളം മാറണം. ആ മാറ്റം ഭരണത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം കേരളത്തിന് അകലെ ആയിരിക്കരുത്. ആധുനിക കേരളം ഇനി കാത്തിരിക്കുന്നത് കേവലം വോട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളെയല്ല, മറിച്ച് ഭരിക്കാൻ പ്രാപ്തിയുള്ള കരുത്തുറ്റ വനിതാ നേതൃത്വത്തെയാണ്. വളയിട്ട കൈകൾ ഭരണചക്രം തിരിക്കുന്ന ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം.